ഒറ്റ നല്ല വീട് വെക്കണോ, രണ്ട് നല്ല വീട് വെക്കണോ? അങ്ങനെ ഒരു കൺഫ്യൂഷനാണോ നിങ്ങൾ? എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും. ഒറ്റ നല്ല വീടുകൾ ലാഭകരമാണെന്ന ചിന്ത പലർക്കും ഉണ്ട്. നോർമലി നമുക്ക് ചെറിയൊരു വീട് പണിയുമ്പോൾ സമയത്ത് തീർച്ചയായിട്ടും അത് ലാഭകരം തന്നെയാണ്. പക്ഷേ ഒരു 3000 സ്ക്വയർ ഫീറ്റോ അതിലധികം വരുന്ന വീടുകൾക്ക് അത് പലപ്പോഴും ലാഭകരം അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ഫാക്ടർ അതിൽ ഡിസൈൻ തന്നെയാണ്. പലപ്പോഴും ഒറ്റ നല്ല വീട് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പഴയ രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് റൂഫുള്ള ഒരു സിമ്പിൾ ഡിസൈൻ അല്ല ഒറ്റ നല്ല വീടുകൾക്ക് നമ്മൾ കൊടുക്കുക. കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊളോണിയൽ ടൈപ്പുള്ള ഡിസൈൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനത്തെ ഡിസൈൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു കോസ്റ്റ് നോർമൽ വീടുകൾക്ക് കൂടാറുണ്ട്. ഒറ്റ നല്ല വീടുകൾക്ക് ഫൗണ്ടേഷൻ ഏരിയ കൂടുതലായിരിക്കും. നോർമൽ വീടുകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫൗണ്ടേഷനിൽ കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ചില നമുക്ക് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം. പണ്ടൊക്കെ ഒറ്റ നല്ല വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറമേ നിന്നായിരുന്നു സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ നമ്മളിപ്പോൾ സേഫ്റ്റി ഇഷ്യൂ കാരണം നമുക്ക് കൂടുതൽ ഉപയോഗം കൂടുതലുള്ളത് കൊണ്ടും നമ്മൾ ചെറിയൊരു സ്റ്റെയർ റൂം കൂടി ഒറ്റ നല്ല വീടുകൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വളരെ കുറവാണ്. നിങ്ങളൊരു ഒറ്റ നില വേണോ രണ്ട് നില വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ ഏറ്റവും ബെറ്റർ നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ബഡ്ജറ്റും കൂടി പറഞ്ഞിട്ട് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.